ൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ കൃഷ്ണമൂർത്തി കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ കൃഷ്ണമൂർത്തി. വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ രക്ഷാപ്രവർത്തനം നമുക്കറിയാം 7 മണിക്കൂറോളം നീണ്ടു നിന്ന ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. ഇപ്പോൾ ഉള്ള സാഹചര്യം, അതോടൊപ്പം ഈ ബിജുവിന്റെ കുടുംബം, ആ രക്ഷാപ്രവർത്തനം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിലൊക്കെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. രാത്രി നമ്മൾ രക്ഷാപ്രവർത്തനമല്ല, നമ്മൾ ആൾക്കാരെ മാറ്റി പാർക്കും, 5:30 മുതൽ ആൾക്കാരെ മാറ്റി പാർക്കും പോലെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മുതൽ നമ്മൾ മുകളിൽ ഒരു വിള്ളലുണ്ടായപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാവും എന്ന് ഞങ്ങളുടെ ഒരു ആശങ്കയിലാണ് ഞങ്ങൾ ഇവിടുത്തെ 22ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത്. ഈ വിള്ളലുണ്ടായത് ഏത് ദിവസമാണ്? ഇപ്പം 2 ദിവസം മുമ്പ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വന്നു. പിന്നീട് ഇന്നലെ ഉച്ചയോടുകൂടി വിള്ളൽ കണ്ടെത്തുകയും അത് നമ്മൾ ചെന്ന് പരിശോധിക്കുകയും നല്ല രീതിയിൽ വിള്ളൽ ഉണ്ടാകുന്നത് നമ്മൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ 22 വീട്ടുകാരോടും മാറി താമസിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ അവരെ കൂട്ടിക്ക് ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ക്യാമ്പിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് ചെയ്തത്. കുടുംബങ്ങളെല്ലാം മാറ്റിയിരുന്നതിനാൽ തന്നെ ഈ ഒരു മണ്ണിടിഞ്ഞു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഒരുപക്ഷെ അവിടെ സന്ധ്യയും ബിജുവും ഈ അപകടത്തിൽ പെട്ടു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല, അല്ലേ? ഉണ്ടായില്ല. കാരണം അവര് അവിടെ ഒന്ന് നമ്മുടെ ക്യാമ്പിൽ ഒന്ന് ഒപ്പിടുകയും ചെയ്തതാണ്. 22 പേര് ഇതിൽ 20ാമത്തെ ആളായിട്ട് അവരൊന്ന് ഒപ്പിടുകയും ചെയ്തതാണ് ക്യാമ്പിൽ വന്ന്. ഈ രേഖകൾ എടുക്കുവാൻ വേണ്ടി അവർ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ. ഈ ബിജുവിനെയും സന്ധ്യയെയും വ്യക്തിപരമായി അറിയാവുന്നതാണോ? അറിയാവുന്ന, ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയാൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും. കാരണം മിൽമ സൊസൈറ്റിയിലാണ് ചേച്ചി നിൽക്കുന്നത്. ചേട്ടൻ ഇവിടെ ടൗണിൽ ചുമട് മുക്കുന്നതിന്, അതുപോലെ തന്നെ പല കൂലിപ്പണിക്ക് വരുന്നത്, ഞങ്ങളോട് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും സഹകരിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും ടൗണുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ മകൻ ഇപ്പോ 1 വർഷമായുള്ളൂ മരിച്ചിട്ട്. അങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നപ്പോൾ ഞങ്ങൾ എല്ലാവരോടും നല്ല ബന്ധത്തിൽ പോകുന്ന വ്യക്തിയായിരുന്നു. നമുക്കറിയാം അവിടുത്തെ ഈ ഒരു അപകട സാധ്യത എത്രത്തോളമാണ് ആ മേഖലയിൽ ഉള്ളത് എന്നുള്ളത്. ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു, മണ്ണെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. താങ്കൾ അടക്കം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ടാകും. ആ ഘട്ടത്തിലൊക്കെ ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു നിലപാട്? അവര് പറഞ്ഞത്, ഇപ്പം നമ്മൾ ദേശീയപാത ശരിക്കും കൊച്ചി ധനുഷ്കോടി ദേശീയപാത മൂന്നാറിന്റെ കവാടമാണ്. ഈ നിരവധിയായ ടൂറിസ്റ്റുകൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിന് വീതി കൂട്ടിയാൽ മാത്രം പലപ്പോഴും ഗതാഗതം തടസ്സപ്പെടുകയും യാത്രക്കാർക്ക് പോകാൻ വരാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ റോഡിന് വീതി കൂട്ടി പണിയണമെന്ന് പറയുകയും നമ്മൾ പലപ്പോഴും വീതി കൂട്ടി പണിയുന്നതിന് വേണ്ടി സമരങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളും കൂടിയാണ്. പക്ഷെ ആ പണിയുന്നതിനിടയ്ക്കും ഇവർക്ക് ശാസ്ത്രീയമായി പണിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും പക്ഷെ ഇവർ അശാസ്ത്രീയമായ ചെറിയ ഈ കുന്നുകളും മലകളും ഇടിഞ്ഞു വരുന്നതും ഇവിടെ പലപ്പോഴും പണ്ട് കാലങ്ങളിൽ റോഡൊക്കെ വെട്ടുമ്പോൾ ചിലപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞു വരും. അപ്പൊ അപ്പോഴും നമ്മൾ ആശങ്ക പറഞ്ഞപ്പോൾ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, അതിന് ഞങ്ങൾ ശാസ്ത്രീയമായി പണിയുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയാണ് ഇത് പണിതുകൊണ്ടിരുന്നത്. ഈ ശാസ്ത്രീയമായി എങ്ങനെ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നു ശ്രീകൃഷ്ണമൂർത്തി? ശാസ്ത്രീയമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മണ്ണെടുക്കുന്നതിന് മുമ്പ് മൈനോളജി വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഇവർ വന്ന് പരിശോധന നടത്തി അതിൻ്റെതായ രീതിയിൽ പണിയെടുക്കുക. ഇപ്പൊ മണ്ണിന്റെ ഏറ്റവും വലിയ കുന്ന് ഇടിച്ച് തകർക്കാതെ അതിനനുസരിച്ചുള്ള ലെവലിൽ മണ്ണെടുത്ത് ഒരു സ്റ്റെപ്പ് വൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായേനെ. ഒരുപക്ഷെ ഈ പ്രദേശവാസികൾ എത്രയോ കാലമായി അവിടെ ഭീതിയോടെ ആയിരിക്കും അല്ലേ കഴിഞ്ഞിരുന്നത്? എന്തോ ഒരുപക്ഷെ ഈ കുടുംബങ്ങളെ അവിടെ എത്രയോ കാലമായി ഭീതിയോടെ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇത് ഏതാണ്ട് നമുക്കറിയാം, ഇത് ലക്ഷം വീണ് കോളനിയിൽ അതിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ് ഈ 42 വീടുകളും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2008 ഇത് വീണ്ടും പുതുക്കി പണിതത്. ഇത് എം.എൻ. സ്മാരക ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞാണ് ആദ്യം ഇത് പണിയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടിമാലി ലക്ഷം വീട് കോളനി പുനരുദ്ധാരണം നടത്തി 2008 പുനരുദ്ധാരണം നടത്തി ഈ പ്രവർത്തനം ഇത് മാറ്റി ഒരു ഇതിൽ തന്നെ 2 പോർഷനായിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റി ഒറ്റ വീടാക്കി കൊടുക്കുകയും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ലക്ഷം വീട് കോളനി പദ്ധതിയിലൂടെ വീടുകൾ വരികയും ചെയ്തിട്ടുള്ളത്. യെസ്, ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രദേശത്ത് മാത്രമായിരിക്കില്ലല്ലോ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. അല്ല, നമുക്ക് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പണിയുന്ന പല സ്ഥലങ്ങളിലും ശാസ്ത്രീയമായി തന്നെ ഇനി പണിയേണ്ടി വരും. ഇപ്പൊ നമുക്കതറിയാം, കൂടുതലും താഴ്ത്ത പ്രദേശങ്ങളാണ് വീടുകളൊക്കെ ഉള്ളത്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ ആ താഴത്തെ മുകളിൽ നിന്ന് വരുന്ന മണ്ണുകൾ എത്ര വ്യാപ്തിയിൽ വരുമെന്നും അത് അല്ലെങ്കിൽ അവിടെ പണിത് കഴിഞ്ഞാൽ വീണ്ടും ഇടിയുമോ എന്ന് പരിശോധന നടത്തി വ്യക്തമായ ധാരണയില്ലാതെ
ശാസ്ത്രീയമായ പണി നടത്തി മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ റോഡ് പണി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലെ വലിയ അപകട ദുരന്തങ്ങൾ ഉണ്ടാവും. എങ്ങനെ ആൾക്കാർ സ്വന്തം അധ്വാനിച്ച് ഇത്ര വർഷം അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം, പൈസയുണ്ട്, വീടും അതുപോലെ ഉപകരണങ്ങളൊക്കെ മേടിച്ച് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾക്കും വലിയ ആശങ്കയായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ശ്രീ കൃഷ്ണമൂർത്തി, അതായത് ഇനി 6ഓളം വീടുകൾ അവിടെ മണ്ണിനടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ മറ്റ് 22 കുടുംബങ്ങൾക്കും അവിടേക്ക് എത്താനുള്ള വലിയൊരു ആശങ്ക ഉണ്ടാകുമല്ലോ, അവരുടെ വീട് നഷ്ടമായിട്ടില്ല എങ്കിൽ പോലും. 8 വീടുകൾ ഇപ്പൊ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അതുകൂടാതെ ഈ 8 വീടുകളല്ല, ഇപ്പൊ ഒരു മഴ, ഇപ്പൊ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവിടെ 42ഓളം വീടുകളുണ്ട് ഈ ഉന്നതിയിൽ. ഈ 42 വീടുകാർക്കും ആശങ്കയിൽ തന്നെയാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് ഇപ്പൊ രാത്രി ഞങ്ങൾ 22 വീട്ടുകാരെ മാറ്റിയതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ഇനി ഈ മണ്ണ് മാറ്റി ഇതിന്റെ ആൾക്കാരെ മാറ്റി ഇതിന്റെ സൈഡ് വാളൊക്കെ കെട്ടിയാൽ മാത്രമാണ് ഇങ്ങോട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് താമസിക്കാൻ സാധിക്കുള്ളൂ. ഇനിയൊരു ശക്തമായ മഴ ഉണ്ടായാൽ ഈ 42 വീടുകളും ഒരേപോലെ മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലേ? ഇനി ഈ ഘട്ടത്തിൽ ക്യാമ്പിലുള്ളവരെയൊക്കെ എവിടേക്ക് മാറ്റും? അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കും? ഇപ്പൊ എന്തായാലും കളക്ടർ, മന്ത്രിയും ഒക്കെ വന്ന് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ബിജു എന്ന വ്യക്തിയുടെ മറ്റ് കർമ്മങ്ങൾക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിന്റെ എല്ലാം ഇത് കഴിഞ്ഞ് ചേച്ചി ഹോസ്പിറ്റലിൽ ഇത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മളൊരു യോഗം കൂടി ഇതിന് വ്യക്തമായ ധാരണയുണ്ടാക്കി ഇവരെ എവിടെ പുനരധിവസിക്കണം എന്നുള്ള ധാരണ ഉണ്ടാക്കിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ മന്ത്രിയും എംപിയും ഒക്കെ എത്തിയ ഘട്ടത്തിൽ താങ്കൾ ആ സ്ഥലത്തുണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ രാത്രി, ഇന്നലെ 5:30 മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. കാരണം 5:30 ഞങ്ങൾ വന്ന് ഇവിടെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് രാത്രി മണ്ണിടികൾ ഉണ്ടാകുന്നത്. ആ മേഖലയുടെ ഒരു സാഹചര്യവും അവിടുത്തെ ആ ഒരു അപകട ഭീഷണിയും ഒക്കെ കണ്ടതിനു ശേഷം അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങള് ശരിക്കും ഞാനൊക്കെ ശരിക്കും ഞാനിതിന്റെ വണ്ടയിൽ ഇതിന്റെ വന്ന് കയറി ഇതിന്റെ മുകളിൽ കയറി കാണുമ്പോൾ ഒരു ഭയങ്കര ഭീകര അന്തരീക്ഷമായിരുന്നു. ആ സമയത്താണ് ഞങ്ങളിവിടെ പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് പറയുകയും ഇവര് മാറാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് തന്നെ നമ്മൾക്ക് ആണെങ്കിലും ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. എന്റെ വീട് താമസിക്കുന്ന വീട്ടിൽ പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങി മാറുമെന്ന് പറയാൻ നമുക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ആശങ്ക അവരും പ്രകടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കാണാം പോയബുദ്ധിയാണ് ഞങ്ങൾ അവർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ താങ്കൾ ആ അപകടം നടന്ന മേഖലയിൽ തന്നെയാണോ ഉള്ളത്? ഇപ്പൊ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഈ മേഖലയിൽ നിന്ന് മാറിയിട്ടുള്ള ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ക്യാമ്പിലൊക്കെ കഴിയുന്ന ആളുകൾ സ്വാഭാവികമായും ഇനി ഈ പ്രദേശത്തേക്ക് മടങ്ങുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടോ? മടങ്ങുന്നതല്ല, അവര് മടങ്ങാതെ എങ്ങനെ ഇരിക്കും? അവർക്ക് അവരുടെ വീടല്ലേ, അവരുടെ സ്വത്തല്ലേ, അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഇതല്ലേ. അവർക്കത് ഒഴിവാകാൻ, അവർക്ക് എന്തെങ്കിലും ആശങ്കയില്ല. അവർക്ക് നല്ല രീതിയിൽ പാർപ്പിട സൗകര്യങ്ങളും നല്ല രീതിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താൽ മാത്രമാണ് അവർക്ക് ഇവിടെ വരാൻ സാധിക്കുള്ളൂ. അതെ, വളരെ ശരിയാണ്. ഇപ്പോൾ ബിജുവിന്റെ മകളെ അടക്കം ഈ ദുരന്ത വാർത്ത അറിയിച്ചിരുന്നു. ബിജുവിന്റെ മകൾക്ക് അത് വ്യക്തമായി അറിഞ്ഞു കാണൂല. കാരണം എന്താ കഴിഞ്ഞാൽ ടിവിയിലും ചാനലിലൊക്കെ വരുന്നുണ്ട്, വാട്സപ്പിലും ഒക്കെ വരുന്നുണ്ട്. അത് സ്വാഭാവികമായി അറിഞ്ഞു കാണും. അവിടെ എത്തിയിട്ടുണ്ടോ? കൊച്ചിവിടെ എത്തിയിട്ടില്ല. കൊച്ച് അവരുടെ ബന്ധു വീട്ടിലാന്നാ പറഞ്ഞത്. ശരി, വളരെ നന്ദി ശ്രീ കൃഷ്ണമൂർത്തി ഞങ്ങളോട് പ്രതികരിച്ചതിന്. നേരത്തെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ പൊതുപ്രവർത്തകൻ കൂടിയായ ശ്രീ കെ രാജൻ നമുക്കിപ്പം തുടരുന്നുണ്ട്. ശ്രീ കെ രാജൻ, ഇപ്പോൾ കൃഷ്ണമൂർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെല്ലാം ഈ വിഷയം എത്രയോ കാലം മുമ്പേ ഉന്നയിച്ചതാണ്, പരാതിപ്പെട്ടതാണ്, പ്രതിഷേധിച്ചതാണ്. അതിനുശേഷം ഇന്നലെ ഈ മന്ത്രിയും എംപിയും അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടേക്ക് എത്തിയപ്പോൾ താങ്കൾ ആ പ്രദേശത്തുണ്ടായിരുന്നോ? രാജനിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും അവർ ഏറെ നാളായി ഒരു വലിയ ആശങ്ക, അതായത് അശാസ്ത്രീയമായ ഇത്തരത്തിൽ മണ്ണെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കും എന്നുള്ളത് ബന്ധപ്പെട്ട അധികൃതരെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. കെ രാജൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ രാജൻ,